കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കവിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നോമ്പിൻ്റെ 2ാം ഞായറാഴ്ച നമ്മളായിരിക്കുമ്പോൾ ഇന്നത്തെ വായനകളെല്ലാം നമുക്ക് തരുന്ന ഏറ്റവും ശക്തമായ സന്ദേശം, കർത്താവിൻ്റെ മഹത്വം ദർശിച്ച് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിളി തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചവരാണ് നമ്മളെന്നുള്ള സന്ദേശമാണ്. ആദ്യ വായന അബ്രാഹത്തെ വിളിക്കുന്നതാണ്. സുന്ദരമായ ഒരു വിളി, ഒരു രംഗം നമുക്കവിടെ കാണാൻ പറ്റും. അബ്രാഹത്തെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. നിന്റെ ബന്ധങ്ങളെ വിട്ട്, പിതൃഭവനത്തെ വിട്ട്, ദേശത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മളെയൊക്കെ വിളിച്ചിട്ട് എല്ലാം വിറ്റുപറക്കി അങ്ങോട്ടെങ്കിലും മാറാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യല. പക്ഷെ ഇവിടെ അബ്രാഹം, വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രാഹം, കർത്താവ് വിളിച്ചപ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിട്ടിട്ടാണ്. ഒരൊറ്റ സുപ്രഭാതത്തിൽ സുവിശേഷത്തിലേക്ക് ഈശോ അപ്പോസ്തലന്മാരെ വിളിക്കുമ്പോൾ അവർ വള്ളവും വലയും വഞ്ചിയും അപ്പനെയൊക്കെ വിട്ടിട്ട് കർത്താവിനെ അനുഗമിക്കുന്നത് പോലെ തന്നെയാണ് അബ്രാഹം കർത്താവിൻ്റെ വിളി കേട്ടപ്പോൾ, സ്വരം കേട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ ദേശത്തേക്ക് അബ്രാഹം പോയി. ഇവിടെ അബ്രാഹത്തിൻ്റെ ഒരുവൻ്റെ തീരുമാനമാണ് നമ്മളെ അബ്രാഹത്തിൻ്റെ മക്കളാക്കി മാറ്റിയത്. ആലോചിച്ചോക്കെ, അബ്രാഹത്തിൻ്റെ ഒരുവൻ്റെ തീരുമാനത്തിന് തലമുറകളെ പോലും ബ്ലെസ് ചെയ്യാനുള്ള കൃപയായിട്ട് മാറി. നമ്മൾ വിചാരിക്കും പലപ്പോഴും നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും ഒരു വിലയില്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾ ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾക്ക് വരെ നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ വരും തലമുറകളെ പോലും സ്വാധീനിക്കാൻ ശക്തിയുള്ള തീരുമാനമാണ്. അതുകൊണ്ടാണ് അബ്രാഹാം കർത്താവിൻ്റെ വിളി കേട്ട്, അബ്രാഹത്തെ കർത്താവ് വിളിച്ചപ്പോൾ അബ്രാഹാം തനിക്കുണ്ടായിരുന്നെല്ലാം പുറപ്പെട്ട് കർത്താവ് കാണിച്ചു കൊടുത്ത ദേശത്തേക്ക് പോയി. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു കംഫർട്ട് സോൺ. ഈ കഴിഞ്ഞ ദിവസം തന്നെ UK എന്നൊരു കുടുംബം വിളിച്ചിട്ട് അച്ഛാ, ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു ചാൻസ് ചെന്നപ്പങ്ങാണ്ട് ഇട്ടിരുന്ന ഇപ്പോൾ PR ഒക്കെ ആയിട്ട് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പോകണോ വേണ്ടയോ
കാരണം ഇപ്പം ഞങ്ങളിവിടെ എല്ലാം സെറ്റിലായി, വീടൊക്കെ മേടിച്ച് വളരെ കംഫർട്ടബിളായി, പിള്ളേരുടെ വിദ്യാഭ്യാസമൊക്കെ ഓക്കെയാണ്, ഞങ്ങൾക്ക് 2 പേർക്ക് ജോലിയുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം വളരെ കംഫർട്ടബിളാണ്. ഇപ്പോഴാണ് ഓസ്ട്രേലിയയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ അവിടെ ഇവിടെ ആരോ വീട്ടുകാരുണ്ട്, നിങ്ങൾ അവിടെ കിടക്കണതിന് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ ഞങ്ങളിനി ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം വീണ്ടും ഞങ്ങൾ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. UK വന്ന കാലത്ത് എന്തോരം കഷ്ടപ്പെട്ടത് ഞങ്ങൾക്കറിയാം. ഒന്ന് സെറ്റിലാകാൻ ആദ്യത്തെ 3-4 വർഷക്കാലം എത്രമാത്രം അധ്വാനിച്ചെന്നും കഷ്ടപ്പെട്ടെന്നറിയാം. ഇനി മറ്റൊരു ദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. പിള്ളേരുടെ വിദ്യാഭ്യാസം, ഒരു വീട് വേണം, അതിനുള്ള കാര്യങ്ങൾ നോക്കണം. അങ്ങനെ A-Z ഒന്നേന്ന് തുടങ്ങണം. രണ്ടുപേർക്കൊരു ആശങ്ക, പോണോ വേണ്ടേന്ന്. കാരണം എന്താ, ഇവിടെ വളരെ കംഫർട്ടബിളാണ് എന്ന് പറയുന്ന പോലെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നാണ്. നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ചില ജീവിതത്തിൻ്റെ അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങൾ മറയ്ക്കാതെ നമുക്ക് പുതിയ അധ്യായങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ ചില പാപത്തിൻ്റെ കംഫർട്ട് സോണുകളുണ്ട്. പാപം അനുവദിക്കുന്ന ചില പാപസുഖത്തിൻ്റെ ചില കംഫർട്ട് സോൺ, അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എന്താ, ദൈവം നമുക്കായി ഒരുക്കുന്ന മഹത്വം ദർശിക്കാൻ പറ്റാതെ പോവുക. സുവിശേഷത്തിൽ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ വളരെ പ്രത്യേകമായിട്ടൊരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തെരഞ്ഞെടുത്ത് കർത്താവ് വിളിച്ച് അവരെ മലമുകളിലേക്ക് കൊണ്ടുപോയി. അവർ പറയും ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരിക്കലും കർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വാർത്ഥതയുടെ ചില കംഫർട്ട് സോണുകൾ, നമ്മുടേതായ ചില മുൻവിധികളുടെ കംഫർട്ട് സോണുകൾ, നമ്മുടെയൊക്കെ തലക്കകത്ത് ഇന്നോളം നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളിൽ തന്നെ ആർജിച്ചെടുത്തിട്ടുള്ള ദൈവികമല്ലാത്ത ചില ചിന്താരീതികൾ, ചില മനോഭാവങ്ങൾ, ചില ജീവിത ശൈലികൾ, സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും ചേരാത്ത ചില ജീവിതത്തിൻ്റെ നിലപാടുകൾ, ഇതിൽ നിന്നൊക്കെ പുറത്തു വരാതെ കർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് പറ്റില്ല. ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. നമ്മൾ ഇന്നും കംഫർട്ട് സോണിൽ കടന്നിട്ട് അയ്യോ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലേ, ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നില്ലേ, കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലേ, ഞങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഇല്ലേ എന്ന് പറയുന്നവരാണ് നമ്മൾ. അബ്രഹാം കൂടാരത്തിനുള്ളിൽ കടന്ന് അവിടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് കർത്താവ് എന്നെ ചെയ്ത് അബ്രാഹത്തെ തൻ്റെ കൂടാരത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ട് മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. നീ ഉന്നതത്തിലേക്ക് നോക്ക്, അവിടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും. ഈ കൂടാരത്തിനുള്ളിലേക്ക് നോക്കി അവൻ എന്നെ കാണുന്നത്, ഈ കൂടാരത്തിൻ്റെ കവറിങ് അല്ലാതെ ആകാശം കാണാൻ പറ്റും? നമ്മളൊക്കെ കൂടാരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആകാശം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചില പിള്ളേർക്കൊക്കെ എല്ലാ വിഷയത്തിനും A+ വേണം. രാവിലെ 9 മണിയായാലും കട്ടിലേന്ന് എഴുന്നേക്കല, 10 പ്രാവശ്യം വിളിച്ചാൽ പോലും നിങ്ങൾ എഴുന്നേക്കല. ഒരു മാർക്കും എല്ലാത്തിനും വലിയ മാർക്ക് വേണം. പരീക്ഷയ്ക്കാവുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്ക്, എല്ലാത്തിനും നല്ല മാർക്ക് വേണം. അമ്മ എൻ്റെ അച്ഛാ കട്ടിലേന്ന് വിളിച്ചാൽ ഇത് എഴുന്നേക്കാൻ എന്നെ മടിയാണെന്നറിയാമോ? എത്ര പറഞ്ഞാലും മടി പിടിച്ച അവിടെ കടപ്പ് തന്നെ. പഠിക്കാൻ മടിയാ, അധ്വാനിക്കാൻ മടിയാ, പക്ഷേ അനുഗ്രഹം വേണം, റിസൾട്ട് വേണം. ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രവണതയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ കർത്താവ് നമ്മെ നമ്മുടേതായ ചില കംഫർട്ട് സോണുകളെ തകർത്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ വിളിയിലേക്ക്, ദൗത്യത്തിലേക്കൊക്കെ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അവിടെ നമ്മൾ അയ്യോ എനിക്കിതേ പറ്റുള്ളൂ, എനിക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ജീവിക്കുന്നത്, കുഞ്ഞുനാൾ മുതൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ, എനിക്കിതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് പക്ഷേ കർത്താവിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റാതെ പോകും. ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടാതെ പോകും. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുഭവം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരായി നാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. അബ്രാഹാം അല്ലേ, നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ചരിത്രം, യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ അബ്രാഹത്തോടു കൂടിയാണ്. അബ്രാഹത്തോടു കൂടി ഒരു ചരിത്രം എഴുതപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വിളിയുടെ ഒരു ചരിത്രം. അബ്രാഹാം അതിന് കാതോർത്തു. കാണിച്ചു കൊടുത്ത സ്ഥലം അത്ര സുന്ദരമായ സ്ഥലമൊന്നും അല്ലായിരുന്നു. മരുഭൂമി പോലെ കടന്നിരുന്ന സ്ഥലമാണ്. കർത്താവ് പറഞ്ഞു നീ വാ അങ്ങോട്ട് പോ, ഇവിടെ തേനും പാലൊക്കെ തരൂ എന്നൊക്കെ മോശയോട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സ്വരം കേട്ട് അബ്രാഹാം ഇറങ്ങി. അവിടെ കിടന്ന് അധ്വാനിച്ചു, മണ്ണിനോട് മല്ലടിച്ചു അബ്രാഹാം. ആ ദേശമാണ് പിൽക്കാലത്ത് പാലും തേനും ഒഴുകുന്ന ദേശമായി മാറിയത്, കാനാൻ ദേശം. അപ്പോൾ നമുക്കൊരുപക്ഷെ കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ, കർത്താവ് നമ്മളെ ക്ഷണിക്കുമ്പോൾ
രണ്ടാമത്തെ വായനയിൽ പറയുകയാണ്, കർത്താവ് നമ്മളെ തൻ്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിച്ചു. വിശുദ്ധമായി വിളി, നമ്മെ രക്ഷിച്ച് വിശുദ്ധമായി വിളി തന്നു. അപ്പോൾ ഈ വിശുദ്ധിക്ക് വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ വരും കാലങ്ങളിൽ അതിൻ്റെ റിസൾട്ട് ഒന്നും നമുക്ക് ഇന്ന് കാണാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇന്ന് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ അതിൻ്റെ വരും കാലങ്ങളിലുള്ള ദൈവം ഒരുക്കുന്ന പ്രതിഫലത്തെ ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ വിശുദ്ധിക്ക് പ്രതിഫലമുണ്ട്, വിശുദ്ധ ജീവിതത്തിന് പ്രതിഫലമുണ്ട്. ഇത് മനസ്സിലാക്കി നമ്മൾ കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് പുറപ്പെടാൻ തയ്യാറാകുന്നിടത്താണ് ദൈവത്തിൻ്റെ ഉന്നതമായ മഹത്വം, ദൈവത്തിൻ്റെ അതിശക്തമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. ഇനി അപ്പസ്തോലന്മാർക്കായിട്ട് കർത്താവ് തന്നെ വെളിപ്പെടുത്തി. അല്ലെങ്കിൽ സ്വർഗം യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശുവിൻ്റെ പുത്രസ്ഥാനത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്യം കൂടിയുണ്ട്, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വർഗം പറഞ്ഞൊരു സ്വരമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്തൊരു വാക്യമാണ്, ഇവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വാക്കുകൾ നാം സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഈശോയെ അല്പം കൂടി സീരിയസ് ആയിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം സ്വന്തമാക്കേണ്ടതുണ്ട്. അവൻ്റെ വചനത്തെ, അവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അവൻ നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ, ദൈവത്തെ, സഹോദരങ്ങളെ സ്നേഹിക്കുക, ഇതൊക്കെ എത്ര കണ്ട് നാം സീരിയസ് ആയിട്ട് എടുക്കുന്നുവോ അത്ര കണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ മഹത്വം കാണുന്നവരായിട്ട് നമ്മൾ മാറും. വരാനിരിക്കുന്ന ലോകത്ത് കാണുന്ന മഹത്വത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഈ ഭൂമിയിൽ, ഈ ലോകത്ത് വസിക്കുമ്പോൾ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചു ജീവിത കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം, കാരുണ്യത്തിൻ്റെ മഹത്വം, കൃപയുടെ മഹത്വം, ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദർശിക്കാൻ തക്ക വിധത്തിൽ കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവം പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, അവൻ്റെ വചനത്തെ, അവൻ്റെ വാക്കുകളെ സീരിയസ് ആയിട്ട് ഈ ജീവിതത്തിൽ എടുക്കുക. അബ്രാഹാം എടുത്തു. അബ്രാഹത്തും ദൈവത്തിൻ്റെ വാക്ക് വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അബ്രാഹാം വേറെ ഒന്നും നോക്കിയില്ല. തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ കംഫർട്ട് സോണുകൾ, തൻ്റെ ബന്ധങ്ങൾ, തൻ്റെ കുടുംബം, തൻ്റെ ദേശം എല്ലാം വിട്ട്. കാരണം എന്താ? അതിനേക്കാളും സീരിയസ് ആയിട്ട് അബ്രാഹാം ദൈവത്തിൻ്റെ വചനത്തെ എടുത്തു. അതിനേക്കാളും സീരിയസ് ആയിട്ട് ദൈവത്തിൻ്റെ വാക്കിനെ അബ്രാഹാം എടുത്തു. എന്ന് പറയുന്ന പോലെ സുവിശേഷം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ, അവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വരത്തെ, സുവിശേഷത്തെ നമ്മൾ അല്പം കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഇന്ന് മുമ്പ് കാലത്ത് അതല്ലേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈശോയും അവൻ്റെ വചനത്തെയും സുവിശേഷത്തെയും അല്പം കൂടി സീരിയസ് ആയിട്ട് ധ്യാനിക്കാനും അല്പം കൂടി സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിത സന്ധിയാക്കി മാറ്റാനൊക്കെയുള്ള പരിശ്രമമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുന്നത്. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നവരായിട്ട് നമ്മൾ ജീവിതത്തിൽ മാറും. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ബലിയിലൂടെ. കർത്താവെ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ഇന്നോളം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കംഫർട്ട് സോണുകൾ, വ്യക്തിപരമായ സുഖേച്ഛയുടെ ഇടങ്ങൾ, അത് തകർത്താൽ മാത്രമേ നിന്റെ മഹത്വം ദർശിക്കാൻ സാധ്യമാകുള്ളൂ എങ്കിൽ അതിനൊരു തീരുമാനമെടുക്കാൻ അല്പം ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മുടേതായ സ്വകാര്യ സന്തോഷങ്ങളുടെ ആ കംഫർട്ട് സോണുകളെ തകർത്ത് കളഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനം കേട്ട്, സ്വരം കേട്ട് വിശുദ്ധ ജീവിതത്തിനായി നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, പരിശ്രമിക്കാൻ മുന്നോട്ടിറങ്ങുമ്പോൾ നിശ്ചയമായും കർത്താവിൻ്റെ രക്ഷ, കർത്താവിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റും എന്നതാണ് ഇന്നത്തെ വായനകളുടെ സന്ദേശം. ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ എളിമപ്പെടേണ്ട ഇടങ്ങളിൽ എളിമപ്പെടാൻ, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും പുറത്തിറങ്ങാൻ, നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ, നമ്മുടെ ഞാനെന്നുള്ള ഭാവത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ, നമ്മുടേതായ സ്വകാര്യ സന്തോഷങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി കർത്താവിൻ്റെ മഹത്വത്തിനായി എളിമയോടെ കാത്തിരിക്കാൻ ഈ കാലം നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.